അഹ്ലം വസഹലൻ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ വീഡിയോ ഇന്നലത്തെ ഒരു ട്രിപ്പിനെ കുറിച്ചായാലോ. 2 പേർക്കും ഓഫായത് കൊണ്ട് ഒരു ടീ ബ്രേക്കിന് പോകാമെന്ന് കരുതി അടുത്തുള്ള ഒരു ഡെസ്റ്റിനേഷനാണ് സെലക്ട് ചെയ്തത്. ഇറങ്ങിയപ്പോൾ 8:30 ആയി. അതുകൊണ്ട് ഇവിടെ നമ്മുടെ ഫ്ലാറ്റിൻ്റെ അടുത്തുള്ള ഫുഡ് വ്യൂ റെസ്റ്റോറൻ്റാണ് സെലക്ട് ചെയ്തത്. സത്യത്തിൽ ഞങ്ങൾ ഇവിടെ ഫ്രീക്വൻറ്റ് കസ്റ്റമറാണ്. അപ്പോൾ മനസ്സിലായി കാണുമ്പോൾ ഇവിടെ ഫുഡ് അത്രയും നല്ലതായിരിക്കുമെന്ന്. ഇവരുടെ ഹൈലൈറ്റ് ചാർക്കോളാണ്. പിന്നെ ഷവർമ, ജ്യൂസസ്, നാടൻ ഫുഡുമുണ്ട്. ഏറെക്കുറെ ഇവരുടെ ചാർക്കോൾ ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ചെന്ന് കഴിഞ്ഞപ്പോൾ തിരക്കുണ്ടായതിൻ്റെ മജ്ലിസിലാണ് സീറ്റ് കിട്ടിയത്. ടീ ബ്രേക്ക് ആയിരുന്നു അജണ്ട എങ്കിലും പിന്നെ അത് ഡിന്നറായി മാറി. അവരുടെ പുതിയ തായ് ഫ്ലേവർ ചാർക്കോളാണ് ഞങ്ങൾ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. ചായയുടെ കൂടെ ഞങ്ങൾ അതും ഓർഡർ ചെയ്തു. പിന്നെ പിള്ളേർക്ക് ജ്യൂസും. ഞങ്ങളുടെ മജ്ലിസിൽ ഇരുന്നതെല്ലാം കൂടി കുടിക്കുന്ന സമയത്ത് അവരുടെ ഓരോ ഡിഷസിൻ്റെ സൈഡായിട്ടുള്ള ഡിപ്സും കാര്യങ്ങളും കൊണ്ടുവന്നു. പിന്നെ മെയിൻ ഡിഷായ ചാർക്കോളും കൊണ്ടുവന്നു. പ്രസൻറ്റബിളും ജ്യൂസി ആയിരുന്നു കാണാൻ തന്നെ. ഒന്നിൻ്റെ കൂടെ നമ്മൾ റൈസ് ഓർഡർ ചെയ്തു. പിന്നെ കുബൂസും. റൈസ് മന്ദിരസ് ആസ് യൂഷ്വൽ ടേസ്റ്റി തന്നെയായിരുന്നു. തായ് ഫ്ലേവർ ചാർക്കോൾ ടേസ്റ്റിയും യമ്മിയൊക്കെ തന്നെ. ബട്ട് കമ്പയർ ടു ദിയർ സ്പെഷ്യൽ ചാർക്കോൾ അതിൻ്റെ അത്രയും അങ്ങോട്ട് വന്നില്ല. ബട്ട് എബോ ആവറേജ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ നമ്മുടെ അജ്മാൻ കോർണിഷിൽ പുതിയതായിട്ട് 120 ദിറം സിറ്റി മാക്സ് ഓപ്പൺ ആയിട്ടുണ്ട്. അവിടെ വെറുതെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ചൊന്നും വാങ്ങാനില്ല, എന്നാലും ജസ്റ്റ് ഒരു വിൻഡോ ഷോപ്പിംഗ് ആണ് ഉദ്ദേശിച്ചത്. ചെന്നപ്പോൾ അത് നമ്മുടെ പണ്ടത്തെ ഒരു സെൻട്രൽ പോയിന്റിന്റെ ബിൽഡിംഗ് ആയിരുന്നു. 3 ഫ്ലോർ ആണ് ഈ ബിൽഡിംഗ്. ചെന്ന പാട് അയ്മയുടെ പണി തുടങ്ങി കേട്ടോ. അവക്കിഷ്ടമുള്ള സാധനങ്ങളെല്ലാം നുള്ളിപ്പറക്കി ഓരോ ട്രോളിയിലായിട്ട് ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. ബില്ലിംഗ് സെക്ഷൻ എത്തുമ്പം പതുക്കെ അത് ഞാൻ മാറ്റാറുണ്ട്. അല്ലെങ്കിൽ അവിടെ നിന്ന് കരച്ചിലങ്ങ് തുടങ്ങും. അത്യാവശ്യ സാധനങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. 120 ദിറംസിന് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരുവിധ എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെയും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നീട് എൻ്റെ ലെവൽ ഓഫ് അട്രാക്ഷൻസ് 2nd ഫ്ലോർ ആയിരുന്നു. അതായത് ഹോം അപ്ലയൻസസ്. അടിപൊളി കളക്ഷൻസ് ആയിരുന്നു കേട്ടോ. പക്ഷേ വിലയും അഫോർഡബിൾ ആണ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു പ്രാവശ്യം വന്ന് ചെന്നിട്ട് അവിടുത്തെ അപ്ലയൻസസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ശരി.